അസ്സലാമു അലൈക്കും. മൂന്നാം ക്ലാസ്സുകാരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലിസാനുൽ ഖുർആനിലെ ഒന്നാം പാഠം ഹാദാ ഖലമി എന്ന പാഠമാണ്. ചിത്രകഥയിലൂടെയും ചിത്രങ്ങൾ കണ്ടിട്ടുമാണ് നാം ഈ പാഠം പഠിക്കുന്നത്. ഇതുപോലെ ലിസാനുൽ ഖുർആൻ മറ്റു പാഠങ്ങളും ചിത്രകഥയിലൂടെ പഠിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠം നമ്മൾ രണ്ടാം ക്ലാസ്സിൽ നിന്ന് ലിസാനിൽ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പാഠത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നാം പാഠത്തിൽ അത് കൊടുത്തിട്ടുള്ളത്. അല്ലെ, ഒരു കുട്ടി തൻ്റെ സഹോദരിയോട് പറയാണെന്ത്, ആന. എന്താ ആന എന്ന് പറഞ്ഞാൽ ഞാൻ. അനദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അന, ഞാൻ. അനദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അൻതി, അൻതി എന്ന് പറഞ്ഞാൽ എന്താ, നീ. അൻതി, നീ. അൻതി ഉഖ്തി, നീ എൻ്റെ സഹോദരിയാണ്. ഇതിപ്പോ ആൺകുട്ടി പെൺകുട്ടിയോടാ പറഞ്ഞത്, അല്ലെങ്കിൽ സഹോദരിയോടാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി സഹോദരി അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയോട് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും. നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇത് കേട്ട സഹോദരി തന്റെ സഹോദരനോട് പറഞ്ഞത്, അന ദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ്. അല്ലേ, ആൺകുട്ടി എന്താ പറഞ്ഞത്? അന ദാരിസുൻ എന്നായിരുന്നു. പക്ഷെ പെൺകുട്ടികളെ പറയുമ്പോൾ എന്ത് വേണം? ഇവിടെ ഒരു തായിനെ ഏറെ കൊടുക്കണം. അന ദാരിസത്തുൻ എന്ന് പറയണം. അന, ഞാൻ. ദാരിസത്തുൻ, വിദ്യാർത്ഥിനിയാണ്. അൻത, നീ. അഹി, എൻ്റെ സഹോദരനാണ്. ഇവിടെയോ ദാരിസുൻ ആൺകുട്ടിയാണെങ്കിൽ ദാരിസുൻ, പെൺകുട്ടിയാണെങ്കിൽ ദാരിസത്തുൻ. ഇനി ആൺകുട്ടിയോടാണ് പറയുന്നതിൽ അൻത എന്ന് പറയണം. ഇനി പെൺകുട്ടിയോടാ പറയുന്നെങ്കിൽ അൻതി എന്നും പറയണം. നേരത്തെ എന്താ പറഞ്ഞത്? അൻതി ഉഖ്തി എന്നല്ല പറഞ്ഞത് ആൺകുട്ടി പെൺകുട്ടിയോട്. ഇപ്പോയോ പെൺകുട്ടി ആൺകുട്ടിയോട് എന്താ പറഞ്ഞത്? അൻത അഹി. അതായത് പെൺകുട്ടി ആൺകുട്ടിയോട് പറയുകയാണെങ്കിൽ അൻത, അല്ലെങ്കിൽ ആണുങ്ങളോട് അൻത എന്നാ പറയേണ്ടത്. പെൺകുട്ടികളോടോ അൻതി. പെൺകുട്ടികളോട് മാത്രമല്ല, സ്ത്രീകളോടൊക്കെയും അൻതി, പുരുഷന്മാരോടൊക്കെ അൻത. അടുത്തത് ഈ കുട്ടി പറയണതെന്ന് അറിയോ? ഹാദാ കലമി, ഇത് എൻ്റെ പേനയാണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്. ഹാദ, ഇത്. കലമുൻ എന്ന് പറഞ്ഞാൽ പേന. കലമീ, എൻ്റെ പേന. കിതാബുൻ, പുസ്തകം. കിതാബീ, എൻ്റെ പുസ്തകം. കലമുൻ, പേന. കലമീ, എൻ്റെ പേന. ഹാദ, ഇത്. ഹാദ കലമീ, ഇത് എൻ്റെ പേനയാണ്. അൽ കലമു, പേനയാകുന്നത്. ഫിൽ ജൈബി, പോക്കറ്റിലാണ്. അൽ കലമു, പേന. ഫിൽ ജൈബി, പോക്കറ്റിൽ ആണ്. പോക്കറ്റിൽ എന്ന് പറഞ്ഞല്ലോ, അതിനാണ് എന്ത് പറയാ? ഫി എന്ന് പറയാം. ജൈബ് എന്ന് പറഞ്ഞാല് പോക്കറ്റ്, കലമ് എന്ന് പറഞ്ഞാല് പേന. ഇനി പോക്കറ്റിൽ എന്ന് പറയണ്ടേ, അതിനാണ് ഫി എന്ന് പറയാ. അൽ കലമു, പേനയാകുന്നത്. ഫിൽ ജൈബി, പോക്കറ്റിലാണ്. ഹാദിഹി, ഇത്. ഹിറത്തുൻ, പൂച്ചയാണ്. ഹാദിഹി, ഇതാകുന്നത്. ഹിറത്തുൻ, പൂച്ചയാണ്. പൂച്ച എവിടെയാണ്? അൽ ഹിറച്ചു, പൂച്ചയാകുന്നത്. അല ഷജറത്തി, മരത്തിന്മേൽ ആണ്. ഹിറത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ച, ഷജറത്ത് മരം. അപ്പൊ മരത്തിന് മേൽ എന്ന് വേണ്ടേ, അതിനാണ് അല. ഇതൊക്കെ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അൽ ഹിറത്തു, പൂച്ച. പൂച്ചയാകുന്നത് എവിടെയാണ്? അല ഷജറത്തി, മരത്തിന്മേൽ ആണ്. അല്ലേ? അൽ കിതാബു, പുസ്തകം. അല ത്വാവിലത്തി, മേശമേൽ ആണ്. അങ്ങനെ മേൽ എന്ന് പറയാലോ, അതിനാണ് അല എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അൽ ഹിറത്തു, പൂച്ച. അല ഷജറത്തി, മരത്തിന്മേൽ ആണ്. മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. പെട്ടെന്ന് ഒരാളെ കണ്ടു. അപ്പൊ ഇവന് സുഹൃത്തിനോട് ചോദിക്കാണ് എന്തെന്നറിയോ? മൻ, ആരാണ്? ഹാദ, ഇത്. മൻ ഹാദ, ആരാണിത്?
എന്ന് അവന് സുഹൃത്തിനോട് ചോദിച്ചു. അപ്പൊ ആ കൂട്ടുകാരൻ പറഞ്ഞു, ഹാദ അബി, ഇതെന്റെ ഉപ്പയാണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, ഹാദ ഇത്. അബു എന്ന് പറഞ്ഞാൽ പിതാവ്, ഉപ്പ. അബി എന്റെ ഉപ്പ. ഹാദ അബി, ഇത് എന്റെ ഉപ്പയാണ്. അങ്ങനെ കൂട്ടുകാരൻ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവൻ ഒരാളെ കണ്ടു. അപ്പോൾ അവന് വീണ്ടും ചോദിച്ചു, മൻ ഹാദിഹി, മൻ ആരാണ്, ഹാദിഹി ഇത്. നേരത്തെ ഉപ്പാനെ കണ്ടപ്പോ അവൻ എന്താ പറഞ്ഞത്, മൻ ഹാദ. ഇപ്പൊ അവൻ കണ്ടത് ഒരു സ്ത്രീയാണ്. അപ്പൊ ഹാദ എന്നുള്ളത് എന്താക്കി അവന്, ഹാദിഹി എന്നാക്കി. അപ്പൊ അവൻ ചോദിക്കാണ്, മൻ ഹാദിഹി, ആരാണിത്. അപ്പോൾ അവൻ പറഞ്ഞു, ഹാദിഹി ഉമ്മി, ഇതെന്റെ ഉമ്മയാണ്. ഹാദിഹി ഇത്. ആണാണെങ്കിൽ ഹാദ എന്ന് കൊടുക്കണം, ഹാദ അബി. ഇനി പെണ്ണാണെങ്കിലോ ഹാദിഹി എന്നാക്കണം, ഒരു ഹി എന്നിട്ട് കൊടുക്കണം. ഹാദിഹി ഇത് ഉമ്മി, എന്റെ ഉമ്മയാണ്. ഉമ്മു എന്നറ ഉമ്മ, ഉമ്മി എന്റെ ഉമ്മ. ഹാദിഹി ഉമ്മി, ഇത് എന്റെ ഉമ്മയാണ്. ഇത് എന്നതിന് ഹാദ, അങ്ങനെയാണെങ്കിൽ അത് എന്നതിന് എന്താ പറയാ, ദാലിക. മാ എന്താണ്, ദാലിക അത്, മാ ദാലിക അത് എന്താണ്, എന്താണത്, ദാലിക അത് ദീക്കുൻ പൂവങ്കോഴിയാണ്. മാ ദാലിക അതെന്താണ്, ദാലിക അത് ദീക്കുൻ പൂവങ്കോഴിയാണ്. അങ്ങനെയാണെങ്കിൽ പിടക്കോയാണെങ്കിൽ എന്താ പറയാ നോക്കാം. പൂവങ്കോയെ കണ്ടപ്പോ ആ കുട്ടി എന്താ ചോദിച്ചത്, മാ ദാലിക അത് എന്താണ്, മാ ദാലിക എന്നാണ്. എന്നാൽ ആ കുട്ടി പിടക്കോഴി കണ്ടപ്പോൾ എന്താ ചോദിച്ചതെന്നറിയോ, മാ തിൽക്ക അതെന്താണ്. പൂവങ്കോയായപ്പോ ദാലിക, പിടക്കോയായപ്പോ തിൽക്ക. പൂവങ്കോയി ആണാണ്, അതുകൊണ്ടാണ് ദാലിക എന്ന് പറഞ്ഞത്. പിടക്കോയി മുട്ടയിടുമല്ലോ, അതുകൊണ്ട് പെണ്ണാണ്. മാ തിൽക്ക അതെന്താണ്, ആ കുട്ടിക്ക് അറിയില്ല, കോയിനെ കണ്ടിട്ട് എന്താന്ന് അറിയില്ല. മാ തിൽക്ക അതെന്താണ്. അപ്പൊ അവൻ പറഞ്ഞു കൊടുക്കണം എന്ത്, തിൽക്ക അത് ദജാജത്തുൻ അത് പിടക്കോയാണ്. ഇവിടെ മേശക്ക് മുകളിൽ ഒരു ബാഗ് ഉണ്ട്, ഒരു പുസ്തകമുണ്ട്. പക്ഷേ നീല ഷർട്ട് ഇട്ട കുട്ടി അത് ശ്രദ്ധിച്ചിട്ടില്ല, അവൻ കണ്ടിട്ടില്ല. അപ്പൊ കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്, എന്തെന്നറിയോ, ഐനൽ ഹഖീബത്തു, ഐന എവിടെ, ഐന എന്ന് പറഞ്ഞാൽ എവിടെ, ഹഖീബത്തു എന്ന് പറഞ്ഞാൽ ബാഗ്. ഐനൽ ഹഖീബത്തു ബാഗ് എവിടെയാണ്. അപ്പൊ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, എവിടെ ബാഗ്, അൽ ഹഖീബത്തു ബാഗ് അല തോവിലത്തി മേശക്ക് മേൽ ആണ്. തോവിലത്ത് എന്ന് പറഞ്ഞാൽ മേശ, ഹഖീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ്. അപ്പൊ അല എന്ന് പറഞ്ഞാലോ, അലതറ മേൽ, അതായത് അൽ ഹഖീബത്തു ബാഗ് അല തോവിലത്തി മേശക്ക് മേലാണ് പറഞ്ഞല്ലോ, അവിടെ മേൽ എന്ന് പറഞ്ഞല്ലോ, അതിനാണ് അല എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടി ഇവനോടും അതേപോലെ ഒരു ചോദ്യം ചോദിച്ചു, എന്ത്, ഐനൽ കിതാബു, ഐന എന്ന് പറഞ്ഞാൽ എവിടെ, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. ഐനൽ കിതാബു പുസ്തകം എവിടെയാണ്. അപ്പൊ അവന് മറുപടി പറഞ്ഞു, അൽ കിതാബു പുസ്തകം ഫിൽ ഹഖീബത്തി ബാഗിൽ ആണ്. ഇവിടെയോ ഐന എന്ന് പറഞ്ഞാൽ എവിടെ, ഫി എന്ന് പറഞ്ഞാൽ എന്താ, ഇൽ എന്നറിയും. അതായത് പുസ്തകം ബാഗിലാണ് എന്ന് പറഞ്ഞാൽ, ഹഖീബത്തു എന്ന് പറഞ്ഞാൽ ബാഗ്, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. നീ പുസ്തകമാകുന്നത് ബാഗിൽ, ബാഗിൽ എന്ന് പറഞ്ഞല്ലോ, അതിലാണ് ഫി എന്ന് പറഞ്ഞത്, ബാഗിൽ. അൽ കിതാബു കിതാബാകുന്നത് ഫിൽ ഹഖീബത്തി ബാഗിൽ ആണ്. ഈ കുട്ടി പറയാണെന്തെന്നറിയോ, ഇന്തി എന്റെ അടുക്കലുണ്ട്, ജൗവാലുൻ മൊബൈൽ ഫോൺ, വാഹിദുൻ ഒരെണ്ണം. ഇന്തി ജൗവാലുൻ വാഹിദുൻ എന്റെ അടുത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് ഒരു പേനയുണ്ട് എന്ന് എങ്ങനെ പറയാം, ഇന്തി എന്റെ അടുത്തുണ്ട്, കലമുൻ വാഹിദുൻ ഒരു പേന. ഇനി എന്റെ അടുത്തൊരു പുസ്തകമുണ്ട് എന്ന് എങ്ങനെ പറയാം, ഇന്തി കിതാബുൻ വാഹിദുൻ.
ആദ്യം കണ്ട കുട്ടി പറഞ്ഞു എന്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട്, ഇന്ദി ജവ്വാലുൻ വാഹിദുൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോ അത് കേട്ട ഈ കുട്ടി അവനോട് എന്താ പറഞ്ഞതെന്നറിയോ? ഇന്ദി എന്റെ അടുത്തുണ്ട്, കലമാനിസ് ഞാനി രണ്ട് പേനകളുണ്ട്. കലമാനി എന്ന് പറഞ്ഞാല് രണ്ട് പേന അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് രണ്ട് പുസ്തകങ്ങളുണ്ട് എന്നെങ്ങനെ പറയാം? ഇന്ദി കിതാബാനിസ് ഞാനി. അപ്പൊ ആ മൊബൈൽ ഫോൺ പിടിച്ചിരുന്ന കുട്ടി ഒരു തൊപ്പിയൊക്കെ ഇട്ട് വന്നുകൊണ്ട് ഈ കുട്ടിനോട് എന്ത് പറഞ്ഞെന്നറിയോ? നിന്റെ കയ്യിൽ രണ്ട് പേനകളല്ലേ ഉള്ളത്, എന്നാൽ ഇന്ദി എന്റെ അടുത്തുണ്ട് സലാസത്തു കുതുബിൻ മൂന്ന് പുസ്തകങ്ങളുണ്ട്. ഒരെണ്ണാണെങ്കിൽ വാഹിദ്, രണ്ടെണ്ണാണെങ്കിൽ ഇസ്നാനി, മൂന്നെണ്ണാണെങ്കിലോ സലാസത്തുൻ. ഇന്ദി എന്റെ അടുത്തുണ്ട് സലാസത്തു മൂന്ന് എന്ത് കുതുബിൻ പുസ്തകം. ഇന്ദി സലാസത്തു കുതുബിൻ എന്റെ അടുത്ത് മൂന്ന് പുസ്തകങ്ങൾ ഉണ്ട്. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാ, കുതുബ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ. എന്നിട്ട് ആ കുട്ടി വീണ്ടും പറയണെന്തെന്നറിയോ? അവന്റെ സുഹൃത്തുക്കൾ അടുത്ത് പോയി കണ്ട് പറയണെന്ത്? വലി എനിക്കുണ്ട് അറുബഅതു നാല് അസ്ദിഖാ കൂട്ടുകാർ. എനിക്ക് നാല് കൂട്ടുകാർ ഉണ്ട്. സ്വദീഖുൻ കൂട്ടുകാരൻ, അസ്ദിഖാ കൂട്ടുകാരന്മാർ. അപ്പൊ ഒന്നിന് വാഹിദ്, രണ്ടെണ്ണത്തിന് ഇസ്നാനി, മൂന്നെണ്ണത്തിന് സലാസത്തുൻ, നാലെണ്ണത്തിന് അറുബഅത്തുൻ അഞ്ച്. ആ കുട്ടി വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ത്? ഫീ മദ്റസതി എന്റെ മദ്രസയിൽ ഉണ്ട്. മദ്റസത്തുൻ എന്ന് പറഞ്ഞാൽ മദ്രസ, മദ്റസതി എന്റെ മദ്രസ. ഫീ മദ്റസതി എന്റെ മദ്രസയിലുണ്ട്. ആരുള്ളത്? ഹംസത്തു അസാതിദത്തിൻ അഞ്ച് ഉസ്താദുമാര്. ഹംസത്തു എന്ന് പറഞ്ഞാൽ അഞ്ച്, വാഹിദുൻ ഇസ്നാനി സലാസ അറുബഅ ഖംസ. ഖംസ എന്ന് പറഞ്ഞാൽ അഞ്ച്. ഈ കുട്ടി പറയണ എന്തെന്നറിയോ? ഇന്ദി എന്റെ അടുത്തുണ്ട് സിത്തത്തു ആറ് എന്ത് അഖ്ലാമിൻ പേനകൾ. ഇന്ദി സിത്തത്തു അഖ്ലാമിൻ എന്റെ അടുത്ത് ആറ് പേനകളുണ്ട്. കളറ് പിടിച്ചുകാണ്ട് ഈ കുട്ടി പറയണത് എന്തെന്നറിയോ? എന്റെ കയ്യിൽ ആറ് പേനകളുണ്ട്. ഈ കുട്ടി പറയാണ് എന്തെന്നറിയോ? ഫീ സൊഫി എന്റെ ക്ലാസ്സിലുണ്ട്. എന്താ എന്റെ ക്ലാസ്സിലുള്ളത്? സബ്അതു ഏഴ് ഔലാദിൻ കുട്ടികൾ, ആൺകുട്ടികൾ. ഫീ സൊഫി എന്റെ ക്ലാസ്സിലുണ്ട് സബ്അതു ഔലാദിൻ ഏഴ് ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾക്ക് ഇരിക്കാൻ എന്തുണ്ട്? കസേരയുണ്ട്. എന്നിട്ട് പറഞ്ഞു എന്ത്? ഫീഹി ആ ക്ലാസ്സിലുണ്ട്, അവിടെയുണ്ട് എന്ത്? സമാനിയത്തു ഖറാസിൻ എട്ട് കസേരകളുണ്ട്. അതായത് ഏഴ് കുട്ടികൾക്ക് ഓരോ കസേര, പിന്നെ ഉസ്താദിന് വേണ്ട കസേര, അപ്പൊ എട്ട്. ഫീ സൊഫി എന്റെ ക്ലാസ്സിലുണ്ട് സബ്അതു ഔലാദിൻ ഏഴ് ആൺകുട്ടികൾ. ഫീഹി അവിടെയുണ്ട്, അവിടെ പറഞ്ഞാൽ ക്ലാസ്സിലുണ്ട്, സമാനിയത്തു എട്ട് കറാസിൻ കസേരകൾ. ഈ കുട്ടി പറയാണ് എന്തെന്നറിയോ? വലി മദ്റസതി എന്റെ മദ്റസക്കുണ്ട്. മദ്റസത്തു എന്ന് പറഞ്ഞാൽ മദ്റസ, മദ്റസതി എന്റെ മദ്റസ. വലി മദ്റസതി എന്റെ മദ്റസക്കുണ്ട് എന്ത്? തിസ്അതു ഒമ്പത് അബ്വാബിൻ, അബ്വാബിൻ വാതിലുകൾ. വലി മദ്റസതി തിസ്അതു അബ്വാബിൻ എന്റെ മദ്റസക്ക് 9 വാതിലുകൾ ഉണ്ട്. ഒരു വാതിലാണെങ്കിൽ ബാബുൻ, കുറേ വാതിലുകൾ ഉണ്ടെങ്കിലോ അബ്വാബുൻ. ഇനിയോ മദ്രസക്ക് 9 വാതിലുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനലുകൾ എത്രയുണ്ട്? വലഹ മദ്രസിനുണ്ട് 10 ശബാബിക
ജനലുകൾ. വലഹ അഷറത്തു ശബാബിക, അതിന് 10 ജനലുകളും ഉണ്ട്. എത്ര വാതിലുകളാണ്? ബാബ് എത്രയാണ്? തിസ്അത്തുൻ. ജനലുകളോ? ശബാബിക്കോ? അഷറത്തുൻ. നഖറഉ, നമുക്ക് വായിക്കാം. നമ്മൾ ഈ പാഠത്തിൽ കുറേ ചുവന്ന പദങ്ങൾ കണ്ടല്ലോ, ആ പദങ്ങൾ മാത്രം ഇനി വായിക്കാം. അതെന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്യാം. നമ്മൾ ആദ്യം വായിച്ച പദം ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? അന, ഞാൻ. അന, ഞാൻ. അന എന്നാൽ ഞാൻ. അന എന്നാൽ ഞാൻ. അങ്ങനെയാണെങ്കിൽ നീ എന്നതിന് എന്താ പറയാ? നീ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആണാണോ പെണ്ണാണോ ശ്രദ്ധിക്കണം. ആണിനോടും പെണ്ണിനോടും നീ എന്ന് പറയുമ്പോൾ ഒരേ പദമല്ല പറയാം. ആൺകുട്ടിയാണെങ്കിൽ അൻത. കണ്ടിവിടെ താഇനെന്താണ്? ഫത്ഹാണ്. അൻത, നീ. അൻത, നീ. ഇനി നീ എന്ന് പറയുന്നത് പെൺകുട്ടിയോ സ്ത്രീകളൊക്കെ ആണെങ്കിൽ എന്താ പറയേണ്ടത്? അൻത എന്നുള്ളത് എന്താകും? അൻതി എന്നാകും. കണ്ടോ, ഇവിടെ കസറാണ്. അൻതി, നീ. അൻതി, നീ. ഇനി ഇത് എന്നതിന് എന്താ പറയാ? ഇത്. ഹാദ, ഇത്. ഹാദ, ഇത്. ഹാദ എന്നുള്ളത് ഇത് എന്നാണ്. പക്ഷെ അത് ആണിനോടേ പറയാൻ പാടുള്ളൂ ഇത് എന്നുള്ളത്. പെണ്ണിനോടാകുമ്പോ ഹാദ എന്ന് പറയാൻ പാടില്ല. പശു പെണ്ണല്ലേ? പശു പാല് തരും, പശു പ്രസവിക്കും. അതുകൊണ്ട് പശു പെണ്ണാണ്. അപ്പൊ അവിടെ ഹാദ എന്ന് പറയാൻ പാടില്ല. അപ്പോ പെണ്ണാണെങ്കിൽ ഇത് എന്നതിന് നമ്മൾ എന്താ പറയാ? ഹാദിഹി. ഹാദിഹി, ഇത്. ഹാദിഹി, ഇത്. ഇനി ക്ലാസ്സിൽ അല്ലെങ്കിൽ മദ്രസയിൽ അല്ലെങ്കിൽ വീട്ടിൽ, അവിടെയൊക്കെ ഇൽ ഇൽ എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെന്താ പറയാ? നമ്മൾ പഠിച്ചു എന്താണ്? ഫി എന്നാണ്. ഫിൽ മദ്രസത്തി, മദ്രസയിൽ. ഫിസ്സോഫി, ക്ലാസ്സിൽ. ഫിൽ ബൈത്തി, വീട്ടിൽ. അങ്ങനെ ലാസ്റ്റ് ഇൽ എന്ന് വരുന്നുണ്ടല്ലോ, അതിനാണ് എന്താ പറയാ? ഫി എന്ന് പറയാ. ഫി എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മേശമേൽ, മരത്തിന്മേൽ, അവിടെ മേൽ എന്നൊന്നല്ലോ, ഈ മേൽ എന്നിൽ എന്താ പറയാ? എന്താ നമ്മൾ പഠിച്ചത്? അല. അല തോവിലത്തി, മേശമേൽ. കിതാബുൻ, പുസ്തകം. അല ഷജറത്തി, മരത്തിന്മേൽ. ഹിറത്തുൻ, പൂച്ച. അല്ലെ? അങ്ങനെ പറഞ്ഞല്ലോ. അല എന്ന് പറഞ്ഞാൽ മേൽ. ഇനി ഹാദ എന്നാൽ ഇത്. അങ്ങനെയാണെങ്കിൽ അത് എന്നതിനാ എന്താ പറയാ? ദാലിക, അത്. ദാലിക എന്നാൽ അത്. ദാലിക ദീകുൻ, അത് പൂവങ്കോയി ആണ്. ആണാവുമ്പോഴാണ് എന്ത് പറയേണ്ടത്? ദാലിക എന്ന് പറയേണ്ടത്. ഇനി പെണ്ണാവുമ്പോ എന്താ പറയാ? തിൽക്ക എന്നാ പറയാ. നോക്കാം. ഇനി അത് എന്നുള്ളത് പെണ്ണാണ്. പിടക്കോഴി പെണ്ണാണല്ലോ, മുട്ടയിടുമല്ലോ, അതുകൊണ്ട് പെണ്ണാണ്. അപ്പൊ അത് പിടക്കോഴിയാണ്. അല്ലെങ്കിൽ അത് എന്നുള്ളതിന് എന്താ പറയാ? പെണ്ണാണെങ്കിൽ തിൽക്ക. ആണാണെങ്കിലോ ദാലിക്ക, അത്. ഇനി അവിടെ പെണ്ണാണെങ്കിലോ തിൽക്ക, അത്. അടുത്തത് എന്താണ് നോക്കൂലേ? നിന്റെ പേരെന്താണ്? ഇതെന്താണെന്നൊക്കെ ചോദിക്കൂലേ? അപ്പൊ എന്താണ് എന്നുള്ളതിന് എന്താ പറയാ? മസ്മുക്ക, നിന്റെ പേരെന്താണ്? മാഹാദ, ഇതെന്താണ്? അടുത്തത് ആരാണ് നോക്കൂലേ? ഇതാരാണ്? നിന്റെ ഉമ്മ ആരാണ്? നിന്റെ ഉപ്പ ആരാണ്? അങ്ങനെ ആരാണ് നോക്കൂലേ? അതിനെന്താ പറയാ? മൻ. മൻ ഹാദ, ഇതാരാണ്? മൻ അബൂക്ക, നിന്റെ പിതാവ് ആരാണ്? മൻ ഉമ്മുക, നിന്റെ ഉമ്മ ആരാണ്? മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? അടുത്തത് എവിടെയാണ് എങ്ങനെ ചോദിക്കാം? നിന്റെ വീട് എവിടെയാണ്? നിന്റെ മദ്രസ എവിടെയാണ് എന്ന് ചോദിക്കൂലേ? എവിടെ എന്താ പറയാ? ഐന. ഐന മദ്രസതുക, നിന്റെ മദ്രസ എവിടെയാണ്? ഐന ബൈതുക, നിന്റെ വീട് എവിടെയാണ്? ഐന എന്നാൽ എവിടെ. അബു എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പ. അങ്ങനെയാണെങ്കിൽ എന്റെ ഉപ്പ എങ്ങനെ പറയും?
അബി എന്റെ ഉപ്പ. ഉമ്മു എന്ന് പറഞ്ഞ ഉമ്മ. എന്റെ ഉമ്മ എന്നുള്ള ഉമ്മി. കിതാബ് എന്ന് പറഞ്ഞ പുസ്തകം. എന്റെ പുസ്തകം കിതാബി. മദ്രസത്തു എന്ന് പറഞ്ഞ മദ്രസ. എന്റെ മദ്രസ മദ്രസത്തി. കലമു എന്ന് പറഞ്ഞ പേന. ഇനി എന്റെ പേന എന്നതിന് എന്താ പറയാ? കലമി എന്റെ പേന. നുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം ബിൽ മുനാസിബി യോജിച്ചവ കൊണ്ട്. കമാഫിൽ മിസാലി ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ. ഇവിടെ ഒരു പശു ഉണ്ടല്ലേ. അപ്പോ ഇത് പശുവാണ് എന്നെങ്ങനെയാ പറയാ? പശു പെണ്ണാണ് കേട്ടോ. അപ്പൊ പശുവാണ് എന്നെങ്ങനെ പറയാ? ഹാദിഹി ബഖറത്തുൻ. ഇനി ഇത് എന്റെ കൂട്ടുകാരനാണ് എങ്ങനെ പറയും? ഇത് എന്നുള്ളതിന് എന്താ? ഹാദ എന്നുണ്ട്, ഹാദിഹി എന്നുണ്ട്. പക്ഷെ ആണാകുമ്പോൾ എന്താ കൊടുക്കേണ്ടത്? ഹാദ എന്നാ കൊടുക്കേണ്ടത്. അപ്പോൾ ഹാദ സ്വദീഖി ഇത് എന്റെ കൂട്ടുകാരനാണ്. ഇനി അത് എന്നതിന് എന്താ പറയാ? അത് എന്ന് പറയുമ്പോ ആണാണോ പെണ്ണാണോ നോക്കണം. ആണാണെങ്കിൽ ദാലിക, പെണ്ണാണെങ്കിൽ തിൽക്ക. ഇവിടെ ഉള്ളതാരാ? പിടക്കോഴിയാണ്. പിടക്കോഴി മുട്ടയിടുന്ന കോഴിയാണ്. അത് പെണ്ണാണ്. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? തിൽക്ക അത്. ഹാദാന്ന് പറഞ്ഞാലാണ് ഇത്. തിൽക്ക അത്. തിൽക ദജാജതുൻ അത് പിടക്കോഴിയാണ്. ഇനി നീ എന്നതിന് എന്താ പറയാ? ആണാണെങ്കിൽ അൻത, പെണ്ണാണെങ്കിൽ അൻതി. അപ്പൊ ഇവിടെ ആൺകുട്ടി പെൺകുട്ടിയോടാണ് പറയുന്നത്. അപ്പോയോ അൻതി നീ, അൻതി നീ. ദാരിസത്തുൻ വിദ്യാർത്ഥിനിയാണ്. ഇനി പെൺകുട്ടി ആൺകുട്ടിയോടാണ് പറയുന്നതെങ്കിലോ അൻതി എന്നുള്ളത് എന്താക്കണം? അൻത എന്നാക്കണം. എന്നിട്ടോ ഇവിടെയുള്ള തായിനെ കളയണം. അപ്പോ അൻതദാരിസുൻ. പെൺകുട്ടി ആൺകുട്ടിയോടാണ് പറയുന്നതെങ്കിൽ അൻതദാരിസുൻ. ഇനി ആൺകുട്ടി പെൺകുട്ടിയോടാണ് പറയുന്നതെങ്കിലോ ഇതുപോലെ അൻതിദാരിസതുൻ. നീ വിദ്യാർത്ഥിയാണെന്നുള്ളതിന് അൻതദാരിസുൻ. ഇനി പെൺകുട്ടിയാണെങ്കിലോ നീ വിദ്യാർത്ഥിനിയാണെന്നുള്ളതോ അൻതിദാരിസതുൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയാണെന്ന് എങ്ങനെ പറയും? ഞാൻ എന്നുള്ളതിന് അന ദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. നസിലു നമുക്ക് ചേർക്കാം. യാ എന്നുള്ളത് ചേർത്ത് കൊടുക്കാം. വനക്തുബു നമുക്ക് എഴുതാം. കമാഫിൽ മിസാലി ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ. എല്ലാത്തിനും എന്ത് ചെയ്യാനാണ്? യാന്ന് ചേർത്ത് കൊടുക്കാനാണ്. യാന്ന് ചേർത്ത് കൊടുത്താൽ എന്താവും? എന്റെ എന്നുള്ളൊരു അർത്ഥം ഉണ്ടാവും. നോക്കാം, ഉദാഹരണങ്ങൾ നോക്കാം. ഹാദാ അബുൻ ഇത് പിതാവാണ്. ഇനി ഇത് എന്റെ പിതാവാണെന്ന് എങ്ങനെ പറയാ? ഹാദാ അബീ ഇത് എന്റെ പിതാവാകുന്നു. ഹാദിഹി ഉമ്മുൻ ഇത് ഉമ്മയാകുന്നു. ഇനി ഇത് എന്റെ ഉമ്മയാകുന്നു എന്ന് എങ്ങനെ പറയാം? ഹാദിഹി ഉമ്മീ ഇത് എന്റെ ഉമ്മയാകുന്നു. എന്ത് ചെയ്യണം? ഇവിടെ ഒരു യാ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇവിടെ യാ ചേർത്ത് കൊടുത്തില്ല. അപ്പോഴാണ് എന്റെ എന്ന് പറയാം. ദാലിക കിതാബുൻ അത് പുസ്തകമാകുന്നു. ഇനി അത് എന്റെ പുസ്തകമാകുന്നു എന്ന് എങ്ങനെ പറയാ? ദാലിക കിതാബി അത് എന്റെ പുസ്തകമാകുന്നു. തിൽക ഹിറത്തുൻ അത് പൂച്ചയാകുന്നു. ഇനി അത് എന്റെ പൂച്ചയാകുന്നു എന്നെങ്ങനെ പറയാ? തിൽക ഹിറത്തി അത് എന്റെ പൂച്ചയാകുന്നു. ഹിയ ഉഖ്തുൻ
ഇവൾ സഹോദരിയാകുന്നു. ഇനി ഇവൾ എന്റെ സഹോദരിയാകുന്നു എന്ന് എങ്ങനെ പറയാം? ഹിയ ഉഖ്തി, ഇവൾ എന്റെ സഹോദരിയാകുന്നു. ഹുവ സ്വദീഖുൻ, അവൻ കൂട്ടുകാരനാണ്. ഇനി അവൻ എന്റെ കൂട്ടുകാരനാണ് എന്ന് എങ്ങനെ പറയാ? ഹുവ സ്വദീഖി, അവൻ എന്റെ കൂട്ടുകാരനാണ്. നഉദ്ദു, നമുക്ക് തയ്യാറാക്കാം, അൽ അഷ്യാ, വസ്തുക്കളെ, വനക്തുബുഹ, എന്നിട്ട് നമുക്ക് അതിന് എഴുതാം, ബിൽ അർഖാമി, നമ്പറുകൾ കൊണ്ട്, വബിൽ ഹുറൂഫി, അക്ഷരങ്ങൾ കൊണ്ടും, കമാ ഫിൽ മിസാലി, ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ. ഇവിടെ 3 പേനകളുണ്ട് ല്ലേ? അപ്പൊ 3 എന്നതിന് എന്താ അറബി പറയാ? സലാസത്തുൻ. അതെങ്ങനെ എഴുതുക? ദാ ഇങ്ങനെ 3. ഇവിടെ എത്ര മുളകുണ്ട്? 1 2 3 4 5 6 7 8 മുളകുണ്ട്. അപ്പോ 8 എന്നുള്ളത് എന്താ പറയാ? സമാനിയത്തുൻ. അതെങ്ങനെ എഴുതുക? ദാ ഇങ്ങനെ 8. ഇവിടെ എത്ര മുയലുകളുണ്ട്? 4 എണ്ണം അല്ലേ? അപ്പൊ എന്താ പറയാ 4 എണ്ണത്തിന്? അറുബഅത്തുൻ. എങ്ങനെ എഴുതാ 4 എന്നുള്ളത്? ദാ ഇങ്ങനെ 4. ഇവിടെ എത്ര മാങ്ങകളുണ്ട്? എണ്ണി നോക്കാം. വാഹിദുൻ, ഇസ്നാനി, സലാസ, അറുബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ. 9 മാങ്ങകളുണ്ട്. എങ്ങനെ 9 എഴുതുക? ഇതാ ഇങ്ങനെയാണ് 9 എഴുതേണ്ടത്. ഇവിടെ എത്ര പെൻസിലുണ്ട്? എണ്ണി നോക്കാം. വാഹിദുൻ, ഇസ്നാനി, സലാസ, അറുബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ. അശറ 10. എങ്ങനെ 10 എന്ന് എഴുതുക? ഇതാ ഇങ്ങനെയാണ് 10 എന്ന് എഴുതുക. നസ്അലു, നമുക്ക് ചോദിക്കാം, ബിൽ മുനാസിബി, യോജിച്ചവ കൊണ്ട്. നമ്മൾ ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അൽ ഹിറത്തു, പൂച്ച. മാ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്. അയിന എന്നാലോ? എവിടെ. അപ്പൊ പൂച്ച എന്താണെന്നാ ചോദിക്കുക? അതോ പൂച്ച എവിടെയാണെന്നാ ചോദിക്കുക? പൂച്ച എവിടെയാണെന്നാണല്ലോ. അപ്പൊ ഐനൽ ഹിറത്തു, പൂച്ച എവിടെയാണ്. അടുത്തത് ഐന എന്നാൽ എവിടെ, മൻ ആര്, ഹാദ എന്ന് പറഞ്ഞാലോ ഇത്. അപ്പൊ ഇത് എവിടെ എന്നാ ചോദിക്കുക? ഇത് ആരാണെന്നാ ചോദിക്കുക? ഇത് ആരാണെന്നല്ലേ ചോദിക്കുക? അപ്പൊ എങ്ങനെ ചോദിക്കുക? മൻ ഹാദ, ഇത് ആരാണ്. അടുത്തത് മാ എന്ന് പറഞ്ഞാൽ, അടുത്തത് ഐന എവിടെ, മൻ ആര്, ഹാദിഹി ഇത്. അപ്പോ ഇത് ആരാണെന്നല്ലേ ചോദിക്കേണ്ടത്? എങ്ങനെ ചോദിക്കാം? മൻ ഹാദിഹി, ഇത് ആരാണ്. നഖറഉ, നമുക്ക് വായിക്കാം, മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന്, വനുലാഹിളു, നമുക്ക് ശ്രദ്ധിക്കാം, അൽ കലിമാത്തി, കെലിമത്തുകളെ, അൽ മുലവ്വന, നിറം കൊടുത്ത കെലിമത്തുകളെ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഖുർആനിലെ ആയത്തുകളാണ് പറയാൻ പോകുന്നത്. നമ്മൾ പഠിച്ച നമ്മുടെ പാഠത്തിലുള്ള പദങ്ങൾക്ക് അവിടെ ചുവന്ന നിറം കൊടുത്തിട്ടുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തേത് വ അന മിനൽ മുസ്ലിമീൻ. ഇവിടെയോ അന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അല്ലെ? ഖുർആനിലും വന്നിട്ടുണ്ട് ഞാൻ എന്ന പദം, അന. അടുത്തത് അന്തൽ അലീമുൽ ഹക്കീം. എന്താ അൻത എന്ന് പറഞ്ഞാൽ? നീ എന്നാണല്ലോ. കണ്ടോ അൻത, ഇത് ഖുർആനിലും ഉണ്ട് അൻത എന്നുള്ളത്. അടുത്തത് ഹാദ ബയാനുൽ ലിന്നാസ്. ഇവിടെയോ ഹാദ എന്ന് വന്നിട്ടുണ്ട് അല്ലേ? ഹാദ എന്താ? ഇത് അല്ലേ? ഖുർആനിലും ഉണ്ട് അത്. അടുത്ത ആയത്ത്
ഐന ശുറകാഉക്കും ഇവിടെയോ ഐന എന്ന് പറഞ്ഞാൽ എന്താ എവിടെ നമ്മൾ പഠിച്ചു എവിടെ എന്നുള്ളത് ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അടുത്തത് വലാ തഖ്റബ ഹാദിഹി ഷജറ ഇവിടെയോ ഹാദിഹി എന്താ ഹാദി എന്ന് പറഞ്ഞാല് ഇത് ല്ലേ. അടുത്തത് വഅലൈഹ വഅലൽ ഫുൽക്കി ഇവിടെയോ അല എന്താ അല എന്നുള്ളത് മേൽ. അടുത്തത് മൻ ദല്ലദി യശ്ഫഉ ഇവിടെയോ മൻ എന്ന് വന്നിട്ടുണ്ട്. എന്താ മൻ എന്ന് പറഞ്ഞാല് ആരാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അടുത്തത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി അവിടെയോ ദാലിക്ക എന്നുള്ളത് എന്താ ദാലിക്ക എന്ന് പറഞ്ഞാല് അത്. അവസാനത്തെ ആയത്തില് അവിടെയോ അവിടെ മാ എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. കണ്ടോ ഇവിടെ മാ എന്താ മാ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇവിടെയും മാ എന്ന് വന്നിട്ടുണ്ട്. മാ അതിറാക്ക ഇവിടെയും മാ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും എവിടെ ഉണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട്.